ഒരു സൽപുത്രൻ പിറന്നടാ പണ്ടേ, മഹാ അധ്യായം തുടക്കമായെന്ന്. ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറந்த നാൾ വാഴ്ത്ത്. തനനനനനനനനന. തനനനനനനനന. ഹലോ, എന്തൊന്നും മിണ്ടാത്തേ? ഹലോ, ഇപ്പൊ കേട്ടില്ലേ? ഹലോ ഹലോ. എന്തേ? ഈശോ നല്ല ബിസിയാണല്ലോ. അതെ, കുറച്ച് തിരക്കിലാ. അല്ല, നീ ഏത് പാട്ടാ ഇപ്പൊ തന്നെ പാടിയേ? ഇതൊരു സിനിമാ പാട്ടാ. ഇതിപ്പോ യൂട്യൂബില് ഭയങ്കര വൈറലാ. ഞാൻ പാടിത്തരാം. ഒരു സൽപുത്രൻ പിറന്നടാ പണ്ടേ, മഹാ അധ്യായം തുടക്കമായെന്ന്. ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറந்த നാൾ വാഴ്ത്ത്. ഇതൊക്കെ അറിയില്ലേ ഈ പാട്ട്? ആ, ഇതായിരുന്നോ? ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ചുള്ള പാട്ടാണെന്ന്. അല്ലെന്നേ. അല്ല, ഇത് എന്തേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ സഹായിക്കണോ? അതൊരു സർപ്രൈസ് ആണ്, കുറച്ച് കഴിഞ്ഞ് പറയാം. അല്ല, നിങ്ങളുടെ സ്കൂൾ തുറക്കാറായില്ലേ? 2 ദിവസം കൂടി ഉള്ളൂ. ഫ്രണ്ട്സിനെ കാണാലോ എന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷം. പക്ഷെ പഠിക്കേണ്ടി വരില്ലേ, അതാ പ്രശ്നം. ഓ, നിങ്ങളൊക്കെ സൂപ്പർ കിഡ്സ് അല്ലേ. മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ഈ വർഷം അടിപൊളിയാവും. പക്ഷേ സൺഡേ കാറ്റീസൺ ക്ലാസ് ഇന്ന് തുടങ്ങൂലോ. പുതിയ കുട്ടികൾ വരുന്നുണ്ട്, ഈശോയെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ. അവരെ വെൽക്കം ചെയ്യാൻ എന്താ ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നേ. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ എനിക്ക് എന്താ കിട്ടിയെന്ന് അറിയോ ഈശോയ്ക്ക്? എനിക്കറിയില്ല, നിനക്കല്ലേ കിട്ടിയത്. എനിക്ക് ഈശോയുടെ ഒരു പടവും വെൽക്കം എന്ന് എഴുതിയ ഒരു ബലൂണാ കിട്ടിയത്. അത് കിട്ടിയപ്പോ എനിക്ക് ഉണ്ടായൊരു സന്തോഷം. ഈശോയെ, നമുക്ക് അവർക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്താലോ? ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇത് നോക്കിയേ, ഇത് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഹായ്, സൂപ്പർ കിരീടം. സർപ്രൈസ് അടിപൊളിയായിട്ടുണ്ട്. അല്ല ഈശോയെ, ഈ കിരീടം എന്തിനാ അവർക്ക് കൊടുക്കുന്നേ? ഇവരൊക്കെ ഓരോ കുടുംബത്തിലെയും രാജകുമാരനും രാജകുമാരിയും ഒക്കെ അല്ലേ. നമ്മുടെ സഭയെ വളർത്തേണ്ടവരാ ഈ കുഞ്ഞുങ്ങൾ, ഭാവിയുടെ വാഗ്ദാനങ്ങൾ. അപ്പോ കിരീടം വെച്ച് തന്നെ അവരെ സ്വീകരിക്കണം, അല്ലേ? അത് ശരിയാ. കാറ്റീസൺ ടീച്ചർ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കൈകളിലാ ഇനി കുടുംബത്തിന്റെയും സഭയുടെയും രാഷ്ട്രത്തിന്റെയും ഭാവി എന്ന്. എന്നാ നമുക്ക് ഈ കിരീടം വെച്ചു കൊടുത്ത് അവരെ സ്വീകരിക്കാം. ഞാനും ഹെൽപ്പ് ചെയ്യാം. അതിനു മുമ്പ് അവരുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിധികളാണിവർ. ഇവരുടെ കഴിവുകളെ മണ്ണിൽ കുഴിച്ചിടരുത്. അത് 5 ഇരട്ടിയും 10 ഇരട്ടിയുമാക്കാൻ നിങ്ങൾ ഇവരെ സഹായിക്കണം. ഈ പ്രപഞ്ചത്തിലെ കൗതുകങ്ങൾ നിങ്ങളാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. സഭയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ അവരെ വെട്ടിയൊരുക്കേണ്ടതും നിങ്ങളാണ്. സർവോപരി സ്നേഹത്തിൻ്റെ ഒരു മാന്ത്രിക വലയം അവർക്ക് ചുറ്റും നിങ്ങൾ തീർക്കണം. ആ വലയത്തിൽ നിന്ന് പുറത്തു പോവാൻ അവർക്കൊരിക്കലും കഴിയില്ല. അപ്പോ നമുക്കിത് അവർക്ക് കൊടുക്കാല്ലേ? റെഡിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി.